2024 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ കേവലം 2 മാസങ്ങളാണ് ബാക്കിയുള്ളത്. എന്നാൽ ഇതിനോടകം തന്നെ മുംബൈ ഇന്ത്യൻസ് ടീമിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായി ആയിരുന്നു മുംബൈ ഇന്ത്യൻസ് ഹർദിക് പാണ്ഡ്യയെ ടീമിലേക്ക് തിരിച്ചെത്തിച്ചത്. ഒപ്പം രോഹിത്തിനെ ഒഴിവാക്കി ഹർദിക് പാണ്ഡ്യയ്ക്ക് മുംബൈ നായകസ്ഥാനം നൽകുകയും ചെയ്തു. ഇതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം മുംബൈക്കെതിരെ ഉയർന്നിട്ടുള്ളത്. രോഹിത് ശർമ്മയോട് അനുവാദം പോലും ചോദിക്കാതെ ഇത്തരത്തിൽ ഒരു മാറ്റത്തിന് മുംബൈ തയ്യാറായത് ശരിയല്ല എന്ന് കടുത്ത ആരാധകർ അടക്കം പറയുകയുണ്ടായി. മാത്രമല്ല ഇക്കാര്യത്തിൽ രോഹിത്തിന് അതൃപ്തിയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് മാറ്റിയ കാര്യം അറിഞ്ഞതെന്ന രോഹിത് ശർമ്മയുടെ വെളിപ്പെടുത്തലും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരായ മൂന്നാം ട്വൻ്റി മത്സരത്തിന് ഒരു വെടിക്കെട്ട് സെഞ്ചുറി നേടി ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ. പക്ഷേ അതിനുശേഷവും മുംബൈ ഇന്ത്യൻസും രോഹിത് ശർമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടർന്നു വരുന്ന അവസ്ഥയാണുള്ളത്. മുംബൈ ഇന്ത്യൻസ് ടീമിനെ തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ രോഹിത് ശർമ്മ ഇതിനോടകം തന്നെ അൺഫോളോ ചെയ്തതാണ് വലിയ വാർത്തകൾക്ക് വഴിവെച്ചത്. രോഹിത് ശർമ്മയുടെ പ്രതിഷേധമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ആരാധകർ പറയുന്നു. സാമൂഹിക മാധ്യമമായ ട്വിറ്ററിൽ അടക്കം രോഹിത് ശർമ്മ മുംബൈയെ അൺഫോളോ ചെയ്യുകയുണ്ടായി. രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു തീരുമാനമാണ് മുംബൈ കൈക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് പല പ്രമുഖ താരങ്ങളും മുംബൈ ഇന്ത്യൻസിനെ IPL നയിച്ചിട്ടുണ്ടെങ്കിലും അവരെ കപ്പിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പരാജയമായി മാറിയിരുന്നു. എന്നാൽ രോഹിത് ശർമ്മ ടീമിലേക്ക് എത്തിയതിനു ശേഷം മുംബൈ കുതിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വലിയ പ്രതിസന്ധിയിലായിരുന്ന മുംബൈ ഇന്ത്യൻസിനെ 5 തവണ കിരീട ജേതാക്കളാക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിരുന്നു. മുംബൈക്ക് പ്രതാപകാല ഫോമിലേക്ക് എത്താൻ സഹായകമായതും രോഹിത്തിന്റെ ക്യാപ്റ്റൻസി തന്ത്രങ്ങൾ തന്നെയാണ്. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെയും അവഗണിച്ചാണ് രോഹിത്തിനെ മുംബൈ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞത്. ഇതിൽ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുള്ളത് രോഹിത് ശർമ്മയുടെയും മുംബൈ ഇന്ത്യൻസിന്റെയും ആരാധകരാണ്. രോഹിത്തിനെ നായക സ്ഥാനത്തു നിന്ന് മാറ്റിയതിനു പിന്നാലെ ലക്ഷക്കണക്കിന് ആരാധകർ മുംബൈ ഇന്ത്യൻസിനെ സാമൂഹിക മാധ്യമങ്ങളിൽ അൺഫോളോ ചെയ്തു. മാത്രമല്ല രോഹിത് ശർമ്മയെ ഒഴിവാക്കിയതിൽ മുംബൈ ഇന്ത്യൻസ് ടീമിലെ തന്നെ ഒരുപാട് താരങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് വ്യക്തമാണ്. സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും ഒക്കെ ഇതിനോടകം തന്നെ തങ്ങളുടെ അതൃപ്തി സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മ തുടരുമോ എന്ന കാര്യത്തിൽ പോലും അവ്യക്തത നിലനിൽക്കുന്നു. ഒപ്പം ഡൽഹി ക്യാപിറ്റൽസ് രോഹിത്തിനായി രംഗത്ത് എത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും രോഹിത് ശർമ്മയോട് മുംബൈ കാണിച്ച അനീതി വലിയ രീതിയിൽ വീണ്ടും ശ്രദ്ധയാകർഷിക്കുകയാണ്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.